പലയിടങ്ങളിലും നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രതിരോധമായിട്ട് എന്നെ കാണേണ്ടി വരും. എല്ലാ സ്ഥലത്തും ഒരുപോലെ കാണാൻ പാടില്ല. അതിന് വ്യത്യസ്തതയുണ്ട്. അതാണ് ഇസ്രായേലിൽ നടക്കുന്നത്. ഇസ്രായേൽ ഭരണകൂടമായത് അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്. ഒന്നും അറിയാത്ത പച്ച പാവങ്ങള്. അവിടെ ജീവിച്ചിരുന്ന ആളുകൾ ആട്ടിയോടിച്ച് ഗാസ എന്ന് പറയുന്ന 20 കിലോമീറ്റർ ചുറ്റളവില് ലോകത്തെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്തേക്ക് അവിടുത്തെ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി ജീവിച്ച ആളുകൾ ആട്ടിയോടിച്ച് ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് അവിടെ ഇട്ട് ചുട്ടുകരിക്കുകയാണ്. താൻ കണ്ടോ? ഇല്ല, കണ്ടില്ല. എന്നാലും നാം കൊണ്ട് ഊഹിക്കാലോ. ആ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അവകാശവും ലഭിക്കുന്നില്ല. ഡോക്ടർ ആരിഫിന് ചെറിയൊരു സംശയം. പറയട്ടെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഇവിടെ ഗോലാൻ കുന്നുകളും ഗാസയൊക്കെ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു. ആരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തതെന്നൊന്ന് പറയാമോ? ഗോലാൻ കുന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് സിറിയയുടെ കയ്യിൽ നിന്ന്. അതേപോലെ തന്നെ ഗാസ ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്തു. അവിടെ നിരന്തരമായ യുദ്ധങ്ങൾ. ചരിത്രത്തിലൊക്കെ നല്ല പിടിപാടാണല്ലോ. ഈ ഗാസയും ഈജിപ്തിന്റെ കയ്യിലേക്കും അതുപോലെ സിറിയയുടെ കയ്യിലേക്കും ഈ പറഞ്ഞ സ്ഥലങ്ങൾ എങ്ങനെയാണ് എത്തിയത്? തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. നിരന്തരമായി അവിടെയുള്ള അറബികളെ ആട്ടിയോടിച്ച സമയത്ത് സമീപ രാജ്യങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു. ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. അവരോട് ഇസ്രായേലുമായിട്ട് പലതരത്തിലും യുദ്ധം ചെയ്യാനുള്ള ശക്തി ഒരു പക്ഷെ ഉണ്ടാവില്ല. പക്ഷെ പ്രതിരോധം അവർ നടത്തി. ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. അവിടെയുള്ള ഞാൻ പറഞ്ഞു വരട്ടെ. അവിടെയുള്ള പലസ്തീനികളെ നിഷ്കാരണം ആട്ടിയോടിച്ചു. വെറുതെ കിടന്ന് ഉരുളാദാശനെ ഇതിനെ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടിരിക്കുന്നു. അവരുടെ ഭൂമിയിലേക്ക് ഞാൻ തീർക്കട്ടെ. ചെറിയ ചോദ്യമാണ്. ആരിഫ് ഹുസൈനെ ഞാൻ പറഞ്ഞു പറഞ്ഞു. അതായത് സലീം സാഹിബിന്റെ വീട്ടിലൊരു വലിയ പ്രശ്നം നടക്കുന്നു. സലീം സാഹിബിന്റെ വലിയൊരു ദോസ്താണ് ഞാൻ സലീം സാഹിബിനെ സഹായിക്കാൻ വേണ്ടി വരുന്നു. എന്നിട്ട് പോരുന്ന വഴിക്ക് സലീം സാഹിബിന്റെ വീട്ടിലുള്ള ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ പെറുക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഞാൻ ചോദിക്കാത്ത എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അല്ല, ഇവിടെ അതല്ലേ സത്യത്തിൽ ഈജിപ്തും സിറിയയും ചെയ്തത്. ഈ പറയുന്ന ഫലസ്തീനികളെ സഹായിക്കാനെന്നും പറഞ്ഞു വന്നിട്ട് തിരിച്ച് ഈ ഇസ്രായേലിനെതിരെ യുദ്ധവും ചെയ്ത് പ്രതിരോധവും തീർത്തിട്ട് പോകുന്ന വഴിക്ക് ഈ ഗോലാൻ കുന്നുകളും ഇവിടുന്ന് ഈ ഗാസയും പിടിച്ചോണ്ട് പോകേണ്ട എന്ത് കാര്യമാണ് ഈ ഈജിപ്തിനും ഈ പറയുന്ന സിറിയയ്ക്കും ഉള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താണ്? ഒത്തുപിടിച്ചാ മലയും പോരും. നമ്മക്ക് ഈ തറവാട് കുളം കോരണം, അതാണ് പ്രശ്നം. എന്ത് തരം പ്രതിരോധമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഗോലാൻ അല്ല, പറയട്ടെ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഗോലാൻ കുന്നുകൾ ഇസ്രായേലിന്റെ കൈവശമാണുള്ളത്. ഗാസ ഇസ്രായേൽ പിന്നീട് വിട്ടുകൊടുത്തതാണ്. ആരുടെ കയ്യിൽ നിന്ന് എടുത്ത് ഈജിപ്തിൽ നിന്ന് പിടിച്ചു. ഈജിപ്തിന്റെ കയ്യിൽ എങ്ങനെ എത്തിയെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതാ പറഞ്ഞു വരുന്നത്. പറയട്ടെ, അവിടെയുള്ള ജനങ്ങളെ സഹായിക്കാൻ വന്നാൽ പിന്നെ എന്തിനാണ് പലസ്തീന്റെ സ്ഥലം കൈക്കലാക്കുന്നത്? എന്തിനാണ്? ഇനി ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് ചോദ്യം ഉണ്ടാവരുത്. അവിടെയുള്ള ജനങ്ങള്, അവിടെയുള്ള പലസ്തീനികൾ നിരന്തരമായ അവിടെ കുടിയേറ്റം നടത്തിയ ജൂതന്മാരിൽ നിന്ന് അക്രമം നേരിട്ട സമയത്ത് ഇയാളൊരു രണ്ട് കൈ മുട്ടിയാലല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ. ആയിരക്കണക്കിന് 10,000 പലസ്തീനികൾ സമീപത്തെ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതുപോലെ ഈ രാജ്യത്ത് നിന്ന്, അതായത് പലസ്തീന്റെ ഭൂമിയിൽ നിന്ന് സമീപ രാജ്യങ്ങളിലേക്ക് അഭയം തേടിക്കൊണ്ട് ആളുകളുടെ കൂട്ടപ്പാലായനം നടന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അവിടെ വലിയൊരു അഭയാർത്ഥി പ്രശ്നം വന്നു. അവിടെയുള്ള ജനങ്ങൾ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള അവരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു. അപ്പോൾ സമീപത്തുള്ള അറബ് രാജ്യങ്ങൾ ഇടപെട്ടു. അവിടെ യുദ്ധം നടക്കുന്നു. പിന്നൊന്നും ഓർമ്മയില്ലടോ. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ശിവനേ! ആ യുദ്ധത്തിൽ ഇസ്രായേൽ വീണ്ടും ആ യുദ്ധത്തിൽ ഇസ്രായേൽ കൂടുതൽ ഭൂമി പിടിച്ചെടുക്കുന്നു. യാഥാർത്ഥ്യമാണ്. നേരത്തെ തന്നെ അവിടുത്തെ ഏതാണ്ട് 60% ഭൂമി ഇസ്രായേലിന്റെ കൈവശമാണ്. പിന്നീട് ബാക്കിയുള്ള ഭൂമിയും അവരുടെ എല്ലാവിധ അമേരിക്കയുടെ കൂടിയിട്ട് പിടിച്ചെടുക്കുന്നു. അവിടെയുള്ള ജനങ്ങളെ അട്ടിയോടിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറയാം. അവിടെയുള്ള ജനങ്ങളെ അട്ടിയോടിക്കുന്നു. അല്ലാതെ എന്ത് ചെയ്യണോ? അവന്റെയൊക്കെ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കണോ? ഈ ഭരണകൂട ഭീകരതയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേലിൽ തുടരുന്നത്. ഒരു പുണ്യാളച്ചൻ. ആ ഭീകരതക്കെതിരെ, ഭരണകൂട ഭീകരതക്കെതിരെ ഇന്ത്യ നിലപാടെടുത്തത് കൊണ്ടാണ് 991 വരെ നമ്മുടെ പാസ്പോർട്ടില് ഇസ്രായേലിൽ പോകാൻ അനുവാദം കൊടുക്കാതിരുന്നത്. ഇതൊക്കെ ഉള്ളതാണോ തിരുമേനി?
ഇല്ല. നമ്മൾ അനുവാദം കൊടുത്തില്ല. ഓസ്ലോ ഉടമ്പടി വന്നപ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് മാറ്റം ഉണ്ടായത്. ഒരു കാര്യം, ഓക്കെ, നമ്മൾ ചെറിയൊരു ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾ ഇത്രയും അധികം നുണകൾ പറഞ്ഞു. കുഞ്ഞിലെ ഉള്ള സ്വഭാവം നല്ല സ്വഭാവം. ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ ഈ പലസ്തീനെ സഹായിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് പലസ്തീന്റെ പക്കലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ മണ്ണായിരുന്ന ആ സ്ഥലം പിടിച്ചെടുത്തത് ഇസ്രായേൽ അല്ല, അത് പിടിച്ചെടുത്തത് ഈജിപ്തും സിറിയാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. ഇനി ഇത് ഇസ്രായേൽ ഇസ്രായേൽ പിടിച്ചു. നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞ മണ്ടത്തരമൊക്കെ ഞാൻ കേട്ടു. ഇനി ഞാൻ പറയുന്നത് അതായത് അതിനുശേഷം 67 യുദ്ധം നടക്കുന്ന സമയത്ത് ആ സമയങ്ങളിൽ വീണ്ടും അവിടെ ഈജിപ്ത് അതുപോലെ സിറിയ അവരുമായിട്ടുള്ള യുദ്ധം അത് വീണ്ടും ഇസ്രായേൽ നടക്കുന്ന സമയത്ത് അവരുടെ പക്കൽ നിന്ന് ഈ സ്ഥലം വാങ്ങിച്ച് ആ സ്ഥലം ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും ഗാസക്കാർക്ക് വിട്ടുകൊടുക്കുന്നത് ഇസ്രായേലാണ്. ഞങ്ങൾക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ, ദയവ് ചെയ്ത് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയ ഞങ്ങൾക്കതിന് താല്പര്യമില്ല. എനിക്ക് താല്പര്യമുണ്ട്. ആണെങ്കി ഉടലോടെ നിനക്ക് സ്വർഗത്ത് നരകത്ത് പോകാം. അതാണ് നിങ്ങൾ ഇവിടെ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത. അത് നിങ്ങൾ പറയുന്നില്ല. ഇനി എന്തിനു വേണ്ടി വിട്ടുകൊടുത്തു? അത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് വിട്ടുകൊടുത്തത്. ലാൻഡ് ഫോർ പീസ് എന്ന് പറയുന്ന ഒരു ഡീലാണ് അത്. അത് നിങ്ങൾ പറയില്ല, പറഞ്ഞ നിങ്ങൾ എല്ലാ വാദം പൊളിയും. പറയില്ല, അവൻ പറയില്ല. ഒന്നത്. ഇനി ഇവിടെ നിങ്ങൾ പറയുന്നത് പ്രതിരോധം, ഈ മിണ്ടാതിരിക്കുന്ന സമയത്ത് 2005 ശേഷം അവിടുന്ന് ഇസ്രായേൽ വിട്ടുപോയ സ്ഥലമാണ് ഈ ഗാസ എന്ന് പറയുന്നത്. ഇനിയെങ്കിലും നമുക്ക് സുഹൃത്തുക്കളായി കഴിഞ്ഞൂടെ? അവരവരുടെ ജൂതന്മാരായിട്ടുള്ള ആളുകളുടെ ശവക്കുഴി വരെ തോണ്ടി അവർ തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഈ പറയുന്ന ഗാസക്കാർക്ക് വിട്ടുകൊടുത്ത സ്ഥലമാണ് ഈ ഗാസ എന്ന് പറയുന്നത്. ഇനി ഞങ്ങളില്ല, നിങ്ങളെയായി, നിങ്ങളെ പാടായി എന്ന് പറഞ്ഞിട്ട് പോവാൻ പറഞ്ഞ നല്ല ഭാഷയിൽ അവർക്കെന്റെ ചാവ് കാണും. പുലകുളി അടിയന്തരത്തിന് ചോറും തിന്നണം. തന്നില്ലാ പടപ്പുകളുടെ അഹങ്കാരം. അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ഈ ഹമാസാണ്. ഹമാസും PLOയും കൂടി ആദ്യം PLO ഭരിക്കുന്നു, അതിനുശേഷം ഹമാസ് ഭരണത്തിലേറുന്നു. അവിടെ വന്നതിന് ശേഷം അവിടുത്തെ ജനാധിപത്യ പ്രക്രിയ തന്നെ അട്ടിമറിച്ച് അവിടെ കുട്ടിച്ചോറാക്കുന്നു. അത് പാരമ്പര്യ. ഇതാണ് അവിടെ പിന്നീട് നമ്മൾ കാണുന്നത്. അതിനുശേഷം 2006-7 മുതൽ ഈ പറയുന്ന 24-23 വരെയും ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? അത് ഹമാസാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്റെ കർത്താവേ, സകല മാരണങ്ങളും ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ലോ. ഈ 15 വർഷത്തോളം അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തായിരുന്നു അവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്? അവിടെ എന്ത് പ്രതിരോധമാണ് നിങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത്? അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹമാസിന്റെ ചാർട്ടർ എടുക്കണം. ചാർട്ടറിൽ ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഒരു ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാകാൻ പാടില്ല. അവിടെ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഇല്ല. പൊന്ന് സലീം സാഹിബ്, 12 കൊല്ലം കുഴലിട്ടാലും നിവരാത്ത പട്ടിയുടെ വാലില്ലേ, അതുപോലെയാ തന്റെ മനസ്സ്. നിങ്ങൾ ഇത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസുകാർ പോലും സമ്മതിക്കില്ല. നിങ്ങൾ എന്തിനാണ് ഈ തീവ്രവാദികളെ ഇതുപോലെ നിന്ന് വെളുപ്പിക്കുന്നത്? തന്നെ തിരുത്താൻ പറ്റില്ല. ഹമാസിന്റെ ചാർട്ടറിൽ പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്ന സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്ക്രീനിൽ വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചാൽ നല്ലത്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.